ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചു, ആത്മഹത്യയായി. ആ ആത്മഹത്യക്ക് ചെയ്തതിനുള്ള കാരണക്കാരായിട്ടുള്ള ആ സ്ത്രീ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യത്തോ എവിടെ പോയിട്ടുണ്ടെന്നൊക്കെ ആയിട്ട് അറിയുന്നേ. യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഈ വിദേശത്ത് പോയപ്പോഴത്തേന് ഈ പറയുന്ന ചാനലുകളും മറ്റു ആൾക്കാരും എല്ലാം ഇപ്പൊ പറയുന്നു അവർ വിദേശത്ത് കടന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ പോലീസുകാർക്ക് ഇത് മുന്നേ അറിയാം? ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ഇനി അവർ അതിനുവേണ്ടി കൂട്ടുനിന്നോ എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഒരു പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ 40 വയസ്സുള്ളൊരു ആളിനെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അത്രയ്ക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം ആ പുള്ളിക്കാരൻ മനസ്സാവാച അറിഞ്ഞ് ഒരു ഇതുപോലും ആ പുള്ളിക്കാരൻ ആ മുഖം കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി അവരെ തൊട്ടിട്ട് പോലും ഇല്ലെന്നാണ്. മനസ്സിലായില്ലേ? ആ പുള്ളിക്കാരൻ്റെ കൈ അതിനകത്ത് ബസ്സിനകത്ത് നിൽക്കുമ്പോഴത്തേന് അത്ര ആൾക്കാരുണ്ട്. അതിനകത്ത് പുള്ളിയുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗ് തൂക്കി പിടിച്ച് ഇട്ടപ്പം നടന്നുകൊണ്ട് പോയപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ തട്ടിയതുപോലെ ആയി. എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞ വീഡിയോ ഇറക്കിയ വ്യക്തി റീച്ചിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു മനോഭാവമുള്ള ആളാണെന്ന് പല ആൾക്കാരും സോഷ്യൽ മീഡിയ വഴി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഒരാളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പം വിദേശ രാജ്യത്ത് കടന്നേക്കുവാന്ന് പറയുന്നു. ഈ പോലീസുകാരൻ ഇതിന് കൂട്ടു നിൽക്കുമായിരുന്നു. അപ്പം ഇന്നലെ തന്നെ ഈ പറഞ്ഞ ആളെ കസ്റ്റഡിയിലെടുക്കാമായിരുന്നു. ആവശ്യമായ തെളിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കസ്റ്റഡിയിലെടുക്കാം. കാരണം ആത്മഹത്യാ പ്രേരണയാണ്. 10 വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പം എന്തുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത്? അത് ഇനി ഇവർ പുറത്ത് വിദേശത്ത് കടക്കാൻ വേണ്ടി പോലീസുകാർ കൂട്ടു നിൽക്കാൻ വേണ്ടിയാണോ? ഇവരെ സഹായിക്കാൻ വേണ്ടിയാണോ ഇന്നലെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയത്? ഇന്നലെ ഇവർ പോയി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേസ് തന്നെ എടുത്തേക്കുന്നത്. ഇന്നലെ രാത്രി ആയപ്പോഴത്തേന് അവർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേസ് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു, കേസ് എടുക്കാൻ പോകുന്നു, കേസ് എടുക്കുന്നു. എന്തൊക്കെ കോലാഹലങ്ങളാ! ഇതൊന്നും അദ്ദേഹത്തിന് ആ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് ഒരു നീതിയും കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയല്ല. എല്ലാവരും പ്രഹസനം മാത്രമായിട്ട് കാണിക്കാനായിരിക്കും. ഏത് പാർട്ടിയിലെ ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി ചെയ്തത് കേരളത്തിലുള്ള ജനങ്ങളോടാണ്. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതല്ല കാണിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ള ചില കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ജനങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാതെ ഈ പറയുന്ന ചില ആൾക്കാർ അവിടെ തട്ടി ഇവിടെ തട്ടി എന്ന് പറഞ്ഞ് അത് അപ്പോൾ പ്രതികരിക്കണം. ആ ബസ്സിനകത്താണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് പറയാം, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിടാൻ പറയാം, കേസ് കൊടുക്കാമായിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് മറ്റേ വടകര കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞെന്ന് മെസ്സേജ് അയച്ചെന്ന്. അതേ സമയത്ത് വടകരയിലുള്ള പോലീസുകാർ പറയുന്നുണ്ട് അവിടെ ഒന്നും മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നും വന്നിട്ടുമില്ലെന്ന്. വെറും കള്ളങ്ങൾ മാത്രമല്ല അപ്പോൾ പറയുന്നത്. ഇനി ആ ഫോണും കാര്യങ്ങളും അവർ വിദേശത്ത് പോയിട്ട് മാറിക്കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും ഈ പോലീസുകാർക്ക്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യേണ്ട സമയത്ത്. അതാണ് അതിനകത്ത് മെയിനായിട്ട് പറ്റിയൊരു പ്രശ്നം. അത്ര ഒരു ചെറുപ്പക്കാരനെ, ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന ഇവർക്ക് എന്ത് സുഖം കിട്ടി? കുറേ റീച്ചിന് വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കുറേ മനുഷ്യന്മാർ വന്നേക്കുന്നു. കുറേ സദാചാരക്കാരെന്നല്ല പറയേണ്ടത്, ഇതിനെയൊക്കെ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷേ ഇതിനെയൊന്നും അങ്ങനെ കണക്ക് കൂട്ടാനേ പറ്റത്തില്ല. ഈ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കൊന്നു കളയുന്ന രീതിയിലുള്ള പരിപാടി. ഇതൊന്നും കേരളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെതിരെ ജനങ്ങളെല്ലാവരും പ്രതികരിക്കുക തന്നെ വേണം.